ഒരുപക്ഷെ ഈ വാർത്ത നിങ്ങളിൽ പലരും കേട്ടതായിരിക്കും. പക്ഷേ എത്ര കേട്ടാലും മതിവരാത്ത കരളലിയിപ്പിക്കുന്ന ഒരു നായയുടെ സ്നേഹത്തിന്റെ കഥയാണിത്. മനുഷ്യനും ഒരു വളർത്തുമൃഗവും തമ്മിൽ രൂപപ്പെടുന്ന ഒരു പ്രത്യേക ബന്ധത്തിന്റെ ഉത്തമ ഉദാഹരണമാണിത്. ഇത്തരത്തിൽ ഒരു നായയുടെ സ്നേഹം കണ്ട് അമ്പരന്ന് പോയിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിലെ നാട്ടുകാർ. മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിനും പരിസരത്തുമായി ഒരു നായ മാസങ്ങളായി അലഞ്ഞു തിരിയുന്നുണ്ടായിരുന്നു. എല്ലാവരും ഒരു സാധാരണ തെരുവു നായയെപ്പോലെ തന്നെ അതിനെ കണ്ടു. ചിലരാകട്ടെ അതിനെ കല്ലെടുത്ത് ഓടിക്കാനും ശ്രമിച്ചു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ഒരു വൈകുന്നേരം ഒരു പെൺകുട്ടി ബസ് ഇറങ്ങിയത്. പെൺകുട്ടി ബസ് ഇറങ്ങിയതും ബസ് സ്റ്റാൻഡിന്റെ ഏതോ ഒരു മൂലയിൽ കിടന്നുറങ്ങുകയായിരുന്ന ആ നായ ചാടി എഴുന്നേറ്റ് പെൺകുട്ടിക്ക് നേരെ കുതിച്ചു. കുരച്ചുകൊണ്ട് ആ നായ പെൺകുട്ടിക്ക് ചുറ്റും കറങ്ങാൻ തുടങ്ങി. ഇത് കണ്ട നാട്ടുകാരെല്ലാവരും പരിഭ്രാന്തരായി. പെൺകുട്ടിക്ക് ഒരു അടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയാത്ത വിധം നായ അവൾക്ക് ചുറ്റും കുരച്ചുകൊണ്ടിരുന്നു. ഇത് കണ്ടുനിന്ന നാട്ടുകാരിൽ ചിലർ നായയെ ആക്രമിക്കാനായി ഒരു വടിയെടുത്തുകൊണ്ട് ചെന്നു. പൊടുന്നനെയാണ് ആ പെൺകുട്ടിക്ക് ഞെട്ടിക്കുന്ന ആ സത്യം മനസ്സിലാവുന്നത്. ഉടൻ തന്നെ നായയെ ആക്രമിക്കാൻ എത്തിയയാളെ പെൺകുട്ടി തടയുകയായിരുന്നു. അവനെ ആക്രമിക്കരുതെന്നും അവൻ സ്നേഹം കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നും അയാളോട് ആ പെൺകുട്ടി പറഞ്ഞു. പിന്നീട് അവിടെ ചുരുളഴിഞ്ഞു വീണത് ആരുടെയും കണ്ണുനീർ പൊഴിക്കുന്ന ഒരു കഥയാണ്. 3 വർഷങ്ങൾക്ക് മുൻപ് കല്ലൂപ്പാറ തുരുത്തിക്കാടുള്ള ഒരു വീട്ടിലേക്ക് ഒരു കുഞ്ഞു നായ എത്തി. ആ കുടുംബം ആ നായയെ ഓമനിച്ചു വളർത്തി. അവർ അതിനെ ചാർലി എന്ന ഓമന പേരിട്ട് വിളിച്ചു. ആ വീട്ടിലെ 2 കുട്ടികളും നായയുമായി വേർപിരിയാൻ കഴിയാത്ത അത്രയും ബന്ധത്തിലായി. പക്ഷേ കുറച്ചു കാലങ്ങൾക്ക് ശേഷം 2 കുട്ടികൾക്കും വിദ്യാഭ്യാസ ആവശ്യത്തിനായി പുറത്തു പോകേണ്ടി വന്നതിനാൽ അവർക്ക് ആ നായയുമായി പിരിയേണ്ടി വന്നു. അവന്റെ 2 കൂട്ടുകാരും അവനെ വിട്ടുപിരിഞ്ഞതോടെ ചാർലി അവിടെ ഒറ്റയ്ക്കായി. തന്റെ കൂട്ടുകാരെ പിരിഞ്ഞ സങ്കടത്തിൽ സദാസമയവും സങ്കടപ്പെട്ടിരുന്ന ചാർലിയെ കണ്ടിരിക്കാനാവാതെ ആ വീട്ടിലെ ഗൃഹനാഥൻ ചാർലിയെ തന്റെ സുഹൃത്തിന് കൈമാറുകയായിരുന്നു. പക്ഷെ അവിടെയും ചാർലിക്ക് ഒരു നിമിഷം പോലും നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ അവന്റെ കൂട്ടുകാരെ തേടി തെരുവിലേക്ക് ഇറങ്ങി. തെരുവുകൾ തോറും അവൻ അവന്റെ കൂട്ടുകാരെ തേടി അലഞ്ഞു. അങ്ങനെയാണ് അവൻ മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നത്. മാസങ്ങളായി ബസ് സ്റ്റാൻഡിൽ അവനെ കാണുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതെ, അവസാനം അവൻ അവന്റെ ആത്മബന്ധത്തെ കണ്ടെത്തിയിരിക്കുകയാണ്. ആ ബസ് ഇറങ്ങിയത് അവന്റെ ആ പഴയ കൂട്ടുകാരി തന്നെയായിരുന്നു. തനിക്കൊട്ടും നോവാതെ ആ നായ തന്നെ കടിക്കുന്നത് കണ്ടാണ് അവൾ അവനെ തിരിച്ചറിഞ്ഞത്. വിവരമറിഞ്ഞ നാട്ടുകാരെല്ലാം അവിടെ തടിച്ചുകൂടിയിരുന്നു. ഉടൻ തന്നെ പെൺകുട്ടി തന്റെ പിതാവിനെ വിളിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ സ്നേഹപ്രകടനങ്ങൾക്ക് ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങി. തന്റെ യജമാനനെ കണ്ടുമുട്ടിയ നായയുടെ ആ നിമിഷങ്ങൾ അവിടെ കൂടി നിന്നവരെയെല്ലാം സന്തോഷത്തിലാഴ്ത്തി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.